നമുക്ക് ഒരു അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 33-ാമത്തെ വാക്യത്തിലോട്ടൊന്ന് കടന്നു വന്നാട്ടെ. என்னிடத்தில் உங்களுக்கு சமாதானம் உண்டாயிருக்கும் பொருட்டு இவைகளை உங்களுக்கு சொன்னேன். உலகத்தில் உங்களுக்கு உபத்திரவம் உண்டு, ஆனாலும் திடம் கொள்ளுங்கள், நான் உலகத்தை ஜெயித்தேன் என்றார். ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പറയാണ്, എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് അത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് യേശു ഈ വാക്ക് പറഞ്ഞിട്ട് പിന്നെ പറയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. ഈ ലോകത്തിൻ്റെ ജീവിതം എന്നുള്ളത് നിസ്സാരമായ ഒരു ജീവിതമല്ല. അല്പം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏറിയ ഇതാണ്. കാരണം നമ്മൾ കാണുന്നുണ്ട്, അനേക സ്ഥലങ്ങളിൽ ദൈവദാസന്മാരെ പോലും ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറിക്കൊണ്ട് ഇരിക്കുകയാണ്. നാം ജനിച്ചു വളർന്ന നമ്മുടെ ദേശത്ത് തന്നെ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയത്തില്ല. അവിടെ ഓരോരുത്തർ അവിടെ കാട്ടിക്കൂട്ടുന്ന ഓരോന്നൊക്കെ നാം കാണുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തിയെന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അവര് എത്രമാത്രമാണ് സുവിശേഷം അറിയിക്കുമ്പോഴത്തേന് ബുദ്ധിമുട്ടുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദൈവദാസന്മാര് പരസ്യയോഗം നടത്തുമ്പോഴും അതുപോലെ തന്നെ സഭയിൽ ദൈവവേല ചെയ്ത് ദൈവജനത്തെ ആരാധിച്ച് ദൈവവചനമൊക്കെ പറഞ്ഞ് ആരാധനയൊക്കെ നടത്തുന്ന ആരാധന ഹാളുകളൊക്കെ അവർ അടിച്ച് തകർക്കാനും ഒക്കെ ഇടയാക്കി തീരുന്നു. അതുകൊണ്ട് ഇതെല്ലാം മുന്നമേ കണ്ടിട്ടാണ് കർത്താവോട് പറയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിക്കുവാൻ തക്കവണ്ണം ലോകത്തിൽ കഷ്ടത ഉണ്ടെങ്കിൽ അതിനെ കണ്ടിട്ട് നാം ഒളിച്ചു ഓടാനല്ല കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. കർത്താവ് പറയുകയാണ്, ആ കഷ്ടമുണ്ട്, ആ കഷ്ടത്തിന്റെ മധ്യത്തിലും എന്ത് ചെയ്യണം, നമ്മൾ പോരാടി തന്നെ നമ്മൾ ജയിച്ച് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അത് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും നമുക്ക് എല്ലാവരും ഇപ്പൊ ആഗ്രഹിക്കുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഉടനെ തന്നെ നമുക്ക് പലതും നമുക്ക് ലഭിക്കണം. ഒന്ന് സാമ്പത്തികമായിട്ട് വളരാൻ തന്നെയാണെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം കീഴടക്കി എടുക്കണം, എല്ലാം കരങ്ങളിൽ എടുക്കണം. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അത് ലഭിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇത്രയും കാലം നമ്മൾ ദൈവത്തെ സേവിച്ചു, നമ്മൾ ദൈവത്തെ ആരാധിച്ചു, എന്നിട്ട് നമുക്കിതൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഷ്ടതയുടെ മധ്യത്തിലും നമ്മുടെ കണ്ണുനീരിൻ്റെ മധ്യത്തിലും ദൈവം എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി നന്മയും കരുണയൊക്കെ നമ്മുടെ ആയുഷ്കാലമെല്ലാം പിന്തുടരാനായിട്ട് അല്പം നമുക്ക് വലിയ ലെവലിലേക്കൊന്നും നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു ജീവിതം നാം ചിന്തിച്ചാൽ നമ്മൾ ദൈവം ജയോത്സവമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഒന്നുമില്ല. നമുക്ക് ജോലിയുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു വരുമാനവും ദൈവം നൽകി തന്നിട്ടുണ്ട്. അതിലും കവിഞ്ഞുള്ള ചിന്തകളും ആഗ്രഹങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ മുമ്പിൽ നിന്നും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും നമ്മൾ പുറകോട്ട് വലിക്കുന്നത്. നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ആഗ്രഹിച്ചാലൊന്നും അതുപോലെ കിട്ടണമെന്നൊന്നുമില്ല. എന്നാൽ ദൈവസന്നിധിയിലേക്ക് എത്രമാത്രം നാം കൊടുക്കുന്നുവോ അത്ര ആ രീതിയിലാണ് ദൈവം എന്ത് ചെയ്യുന്നു? അമർത്തി കുലുക്കി തരുന്നത്. അത് ഈ എല്ലാവരും ഇത് പറയുമ്പോൾ, ഈ വാക്യം പറയുമ്പോഴത്തേന് ആളുകൾ ചിന്തിക്കും, ഇത് നമ്മുടെ ഓഫറിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ദശാംശത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന്. അല്ല, നാം ദൈവസന്നിധിയിൽ എല്ലാ വിഷയത്തിലും, ആരാധനയിലാകട്ടെ, അതുപോലെ തന്നെ സഭയിൽ വരുന്നതാകട്ടെ, നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തോടുകൂടെ എത്രമാത്രം നാം അടുത്തു പോകുന്നോ അത്രമാത്രം ദൈവം നമ്മോടുകൂടെ അടുത്ത് വന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും?
പ്രതിക്രിയ ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം സോൾവ് വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്നാ പറ്റും, നമ്മൾ എത്ര തന്നെ നമ്മൾ മുന്നോട്ട് പോയാലും നമുക്ക് ഇതിലൊന്നും നമുക്ക് ഒരു തൃപ്തി വരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ പലതിലും നമ്മൾ തെറ്റിപ്പോകാനായിട്ടാണ് ഇടയാകുന്നത്. യേശു കർത്താവ് പറയുന്നത്, ഞാൻ അനേകം കഷ്ടങ്ങളിലൂടെ കടക്കേണ്ടതാകുന്നു, കടന്നു പോകും എന്ന് കർത്താവിന് എന്ത് ചെയ്യുന്നു, മുന്നമേ അറിയാം. കാരണം ഈ ലോകത്തിലേക്ക് യേശു കടന്നു വന്നത് എന്തിനാണെന്നും, ദൈവരൂപത്തിൽ ഇരുന്നവൻ ദൈവത്തോടുള്ള സമർത്ഥം മുറുകെ പിടിക്കണം വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് യേശു കർത്താവ് ഇറങ്ങി വന്നിട്ട് താൻ വന്നത് എന്തിനാണെന്നും തന്നെ അയച്ചിരിക്കുന്നത് എന്തിനാണെന്നും നല്ല ഒരു ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അവിടെ താൻ നേരിടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ദൈവം തന്നെ കണ്ടു. ദൈവാത്മാവിനാൽ അത് അറിയുവാനിടയാക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെട്ടിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെട്ടിട്ടൊന്നുമില്ല. കാരണം ദൈവത്തോടുകൂടെ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന് ദൈവമായിട്ട് പിതാവിനോട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന് അപ്പോഴൊക്കെ പിതാവ് ആശ്വാസത്തിന്റെ വചനങ്ങളൊക്കെ ലഭിക്കാനിടയായി തീർന്നു. താൻ തന്നെ വചനമായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു എന്ന് ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യ അവതാരം എടുത്ത് വന്നപ്പോഴത്തേന് അനേക പാടുകളിലൂടെ കടന്നു പോകാനായിട്ടായിട്ട് തീർന്നു. അത് എന്തിനു വേണ്ടി എന്നാൽ നമുക്ക് വേണ്ടിയിട്ടാണ് യേശു ഇത്രയും കഷ്ടങ്ങൾ അനുഭവിച്ച് നമ്മെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ പാത പിന്തുടരണം. അപ്പം യേശു അനുഭവിച്ച കഷ്ടങ്ങളും കാര്യങ്ങളും നമ്മളൊന്ന് മനസ്സിൽ ചിന്തിച്ചാൽ, അതുപോലെ തന്നെ നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ കാര്യങ്ങളിൽ ഒത്തിരി അവർ കഷ്ടതയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവരെ കൊന്നിട്ടുണ്ട്, ജടയാടുകളും കോലാടുകൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു കിട്ടി എന്ന് പറയുന്നുണ്ട് വിശ്വാസത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ. എന്നാൽ ഇവിടെ നമുക്ക് കാണാം, ദൈവത്തിന്റെ വചനത്തിന്റെ ആ അളവ് നമ്മൾ ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല. കാരണം അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ, നാം നേരിടുന്ന ഒരു പ്രതിസന്ധിക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. നമ്മൾ ജയിച്ചവരായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മളെ ജയാളികളായിട്ടാണ് ദൈവം തീർത്തിരിക്കുന്നത്. നമ്മളെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവാണ്, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. വാക്കുകൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മളെ സഹായിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് വായിക്കാം റോമാലേഖനം 8:36. അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നതെന്ന് കാണാം. 8:36. റോമൻസ് 8:36. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചില്ലറ ആളൊന്നുമല്ല. നല്ല ഒരു ഗോത്രത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ദൈവവചനവും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് അരച്ചു കലക്കി കുടിച്ച പോലെ തന്നെ പരിജ്ഞാനവും ഒക്കെ ഉള്ള ഒരാളാണ്. കർത്താവിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തികളെ അറിഞ്ഞ് മനസ്സിലാക്കി അതിനുശേഷം ദൈവവേലയുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ താനായിരിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുവാനും അറുപ്പാനുള്ള ആടുകളെ പോലെയാണ് ഞങ്ങൾ എണ്ണുന്നത്. ഇവർ എണ്ണുന്നത് മനുഷ്യരായിട്ട് പോലെ അല്ല എണ്ണുന്നത്. ഒരു മൃഗത്തെ ആട് മാട് ഇങ്ങനെയുള്ള ഇതിനൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലർ വളർത്താനും മേടിക്കും, ചിലർ കൊല്ലാനും മേടിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ാണ് ഇവരെ കാണുന്നത്. ഈ ക്രിസ്തുവിന്റെ അനുയായികളെ ക്രിസ്തുവിന് വേണ്ടി വിശ്വാസത്തെ മാർഗത്തെ കുറിച്ച് അനേകരുടെ മുമ്പിൽ പറയുമ്പോഴത്തേന് അവരെ കാണുന്നത് എങ്ങനെയാണ്, അറുപ്പാനുള്ള ആടുകളെ പോലെയാണ് കാണുന്നത്. അവര് അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും അവർക്ക് നിന്ദകൾ ഏറ്റിട്ടുണ്ട്, അവർക്ക് പരിഹാസം വന്നിട്ടുണ്ട്, അവരെ അടിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, അവർ ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നു പോകാനിടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് തുടർമാനായിട്ട് ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 14:22. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് തന്നെയാണ്, വിശ്വാസത്തിൽ നിലനിൽക്കണം,
എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഒത്തിരി കഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, വരും. എന്നാൽ നമ്മൾ എന്തിനു വേണ്ടിയാ? വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതിനും എന്നും എന്ത് ചെയ്യുന്നത്? പ്രബോധിപ്പിച്ച് ശിഷ്യന്മാർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തുള്ളൂ. ദൈവരാജ്യത്തിൽ കടക്കണം എന്ന് പറഞ്ഞിട്ട് അനേകര് എളുപ്പം വഴികളാണ് നോക്കുന്നത്. എളുപ്പ വഴിയിലൂടെ ഒരിക്കലും കടക്കാൻ കഴിയത്തില്ല. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ഇടുക്ക് വാതിലിലൂടെ കടക്കുന്നവൻ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തുള്ളൂ. നമുക്ക് ഒരു ഇടുങ്ങിയ ഒരു അവസ്ഥ, നമുക്ക് വിശാലമായ വഴി വാതിലൊക്കെ നമുക്കുണ്ടെങ്കിൽ അതിലൂടെ കടക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ്. എന്നാൽ ഇടുങ്ങിയ വാതിലൂടെ കടക്കുമ്പോൾ ഇച്ചിരി പ്രയാസമാണ്. അതുപോലെ ജീവിതമാകുന്ന ഇടുങ്ങിയ വാതിലാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ കടന്നു പോകുന്ന ഒരു വാതിലിനെ കുറിച്ചല്ല അവിടെ. എന്നാൽ നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? എല്ലാത്തിലും ഞെരുക്കി നമ്മുടെ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് എബ്രായ ലേഖനം 13:5 പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനാ പറഞ്ഞിരിക്കുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? നമുക്ക് ഒരു പ്രയാസവും ഇല്ല. ആ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് നാളേക്ക് വേണ്ടിയിട്ട് നമ്മൾ കരുതുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചിന്താകുലങ്ങളെ എല്ലാം നമ്മൾ ദൈവത്തിലേക്ക് ഇട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നും വരത്തില്ല. കാരണം നമ്മുടെ ജീവൻ, നമ്മുടെ പ്രാണൻ മാത്രമേ നിത്യതയിലേക്ക് ചെല്ലാൻ കഴിയത്തുള്ളൂ. പ്രതിവാദിക്കാനും ഒത്തിരി കാര്യങ്ങൾ പറയാനും അനേകരുണ്ടാവും. ദൈവവചനത്തിന് അല്ല അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്റ്റിഷൻ ചെയ്യാനൊക്കെ അനേക ആളുകളുണ്ടാവും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാണൻ അത് നിത്യരാജ്യത്തിൽ എത്തുവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അത് എത്തണമെന്നുണ്ടെങ്കിൽ യേശു കടന്നുപോയ പോലെ തന്നെ അനേക കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. 15 അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 15:18 ഒന്ന് വായിച്ചാട്ടെ. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവി. അപ്പം നമുക്ക് ലോകത്തില് നമുക്ക് ഒരു നിന്ദയോ ഒരു പരിഹാസമോ ഒരു പകയോ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊല്ലുമെന്നോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഏതിലാണെന്നറിയോ? ഈ ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസത്തിന്റെ ബന്ധത്തിലാണ് പറഞ്ഞത്. അല്ലാതെ കയ്യിലിരിപ്പ് കൊണ്ടുള്ള കാര്യത്തിനെ കുറിച്ചല്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. അപ്പൊ നോക്കിയോണം. അതുകൊണ്ട് യേശു വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, പച്ച മരത്തോട് അങ്ങനെ ചെയ്തുവെങ്കിൽ പട്ടതായ നമ്മളോട് എത്ര അധികമെന്ന്. എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ നമ്മളോട് എത്ര അധികമായിരിക്കും ഇവർ ചെയ്യുന്നതെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്നാൽ ദൈവത്തിന്റെ വചനത്തെ ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല. ദൈവം തന്റെ വചനത്തെ എന്ത് ചെയ്യുന്നു? പൊഴിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അതിനെ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? ഉറപ്പും ധൈര്യമുള്ളവരായി ഇരിക്കണം. എല്ലായിടത്തും എവിടെ നോക്കിയാലും ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസം മാത്രമല്ല, വിശ്വാസത്തോടുകൂടെ എന്ത് ചെയ്യണം? പ്രവൃത്തി വേണം. ആ വിശ്വാസത്തോടു കൂടെ തന്നെ നാം വിശ്വസിച്ചിരുന്നാൽ മാത്രം നമുക്ക് കിട്ടത്തില്ല. ഇന്ന് പലരും പറയും എൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിലും കൊടുക്കുമെന്ന്. എന്ന് വെച്ചിട്ട് നമ്മൾ ഉറങ്ങിക്കിടക്കാനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞ നമ്മൾ ഉറങ്ങിക്കിടന്നാലൊന്നും നമുക്ക് കിട്ടത്തൊന്നുമില്ല. എന്നാൽ നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യും? നമുക്കുള്ള ഇത് എവിടെ ഇരുന്നാലും ദൈവം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കും. അല്ലാതെ ഇരുന്നിട്ട് നമ്മൾ പറയുകയാണ്, നമ്മൾ മാവ്, അതായത് മാവേല് മാങ്ങ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കല്ലെടുത്ത് എറിയും. മാങ്ങ ഉണ്ടെങ്കിലല്ലേ എറിയത്തുള്ളൂ.
ഇല്ലെങ്കിൽ എറിയാൻ പറ്റുമോ? എറിയത്തില്ല. അതിൻ്റെ മുമ്പിൽ കൂടെ പോയാൽ മിണ്ടാതെ പോകും. എന്നാൽ മാങ്ങ ഉണ്ടെങ്കിലോ ഒരു ഏറ് വെച്ച് കൊടുക്കും, ഒരു മാങ്ങ നമുക്ക് വീണ് കിട്ടും, 1 2 കിട്ടും. എന്നാൽ അപ്പം ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോഴോ, ദൈവത്തിൻ്റെ വചനത്തിൽ നാം ആയിരിക്കുമ്പോഴോ, നമുക്ക് ഈ ദൈവവചനത്തിലൂടെ അനേകം നമ്മൾ കഷ്ടങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാനാണ് നമ്മൾ ദൈവം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ആ കഷ്ടത്തിലൂടെ പോകുമ്പോഴും ആ കഷ്ടതയുടെ മധ്യത്തിൽ ആശ്വാസം നമുക്ക് നൽകുന്നത് ദൈവവചനമാണ്. നമുക്ക് കാരണം എന്തുകൊണ്ടാണ്? പ്രത്യാശയുണ്ട്. നമുക്ക് മറ്റുള്ളവരെ പോലല്ല. നമുക്ക് ഈ കഷ്ടങ്ങൾ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് അവൻ ഇന്നത് ചെയ്തു, എന്നെ ഇന്ന പോലെ എന്നെ ഉപദ്രവിച്ചു, അല്ലെ എനിക്ക് എഗേൻസ്റ്റായിട്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വൈരാഗ്യത്തെ കൂട്ടുമ്പോഴും നമ്മളെന്താ ചെയ്യുന്ന? ദൈവത്തിന്റെ മക്കൾ ആ വൈരാഗ്യത്തെ അല്ല കൂട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രത്യാശയോടെയാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് എന്ത് നേരിട്ടാലും, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും എന്നാണ് സങ്കീർത്തനക്കാരന് ദാവീദ് പറയുന്നത്. അപ്പം യുദ്ധം, വലിയൊരു യുദ്ധം നേരിട്ടാലും എന്ത് ചെയ്യുന്നു? നിർഭയമായിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഭയപ്പെടുന്നില്ല, സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. എനിക്ക് എന്നോട് കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. എന്നെ നടത്തുന്നത് ആ ദൈവമാണ്. നമുക്കൊന്ന് വായിക്കാം. ഗലാത്യർ 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ഏതൊരു വ്യക്തി ആയാലും നമുക്ക് പ്രശംസിപ്പാനായിട്ട് അനേകം വകയുണ്ട്. ഈ ദേശത്ത് പലരും പറയും, ഞാൻ ഈ ദേശത്ത് വന്നിട്ട് ഞാൻ പലതും നേടി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഒന്നുമില്ലാത്തതാണ്. കഴിഞ്ഞ ദിവസവും ഞാനത് കേട്ടു. ഒരു വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ അദ്ദേഹം 9ാമത്തെ വയസ്സിൽ നാട് വിട്ടു പോകുന്നതാണ്. ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലും അദ്ദേഹത്തിന് സ്ഥാപനമുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ഒരു വ്യക്തിയല്ല, അങ്ങനെ ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ കാണുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ നാമത്തിലാണ് നാം നിൽക്കേണ്ടത്. നമ്മൾ എന്ത് നേടിയെന്ന് പറഞ്ഞാലും എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഗലാത്യർ പറയുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. കാരണം ഇത് പറയുന്ന ആരാ? പൗലോസാ പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്? ദൈവത്തിന് ഒരുപാട് ഗുണങ്ങൾ അവരുടെ ഫാമിലിയിൽ തന്നെ ഉണ്ട്. ഒരുപാട് സമ്പത്തുള്ളവരാണ്. ബെന്യാമിൻ എന്ന് പറഞ്ഞാൽ വലിയ ഗോത്രമാണ്. അവർ എല്ലാം ഉള്ളവരായിരുന്നിട്ടും എന്താ പറയുന്നത്? എനിക്ക് ലാഭമെന്ന് കരുതിയതെങ്കിലും ഛേദമെന്ന് എണ്ണി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരാളാണ്. പ്രശംസിക്കാൻ തക്കവണ്ണം എനിക്ക് എന്താ ഉള്ളത്? കർത്താവിന്റെ ക്രൂശ് അല്ലാതെ എനിക്ക് വേറൊന്നുമില്ല. കാരണം അത് കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ കയറിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് എനിക്ക് ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും, ഞാൻ വലിയ കുടുംബത്തിൽ ജനിച്ചു വളർന്നെന്ന് പറഞ്ഞിട്ടും അതിലൊന്നുമല്ല എൻ്റെ പ്രശംസ ഉള്ളത്. എനിക്ക് എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത, എനിക്ക് ഒരു രക്ഷയെ നൽകി തന്ന എൻ്റെ യേശുവിലല്ലാതെ എനിക്ക് വേറൊന്നും പ്രശംസിപ്പാൻ എനിക്ക് ഇല്ല. അപ്പോൾ ദൈവത്തിന്റെ വചനം എത്ര ആധികാരികമായിട്ടാണ് ദൈവത്തിന്റെ വചനത്തെ നാം കാണുന്നത്. ദൈവത്തിന്റെ കൃപയെ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത് അറിയോ? ദൈവകൃപയെ കുറിച്ച് നാം മനസ്സിലാക്കുന്നതും ദൈവകൃപയെ കുറിച്ച് നമുക്ക് അടിസ്ഥാനമിട്ട് ദൈവത്തിന്റെ വാക്കുകളെ നമുക്ക് അറിയാനും കഴിയുന്നത്. അതുകൊണ്ട് യേശുവും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും എന്ത് ചെയ്യണം? അപ്പൊ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടണം. ഇടം കൊള്ളുക എന്ന് പറഞ്ഞാൽ ധൈര്യപ്പെടുക. അപ്പൊ ധൈര്യം ഒരിക്കലും ധൈര്യത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോയാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? എല്ലാം കഴിഞ്ഞു. പേടിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവ് എന്താണെന്നറിയോ?
പേടിയുടെ ആത്മാവല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിക്ക് ലേഖനം എഴുതുന്നത്, നിനക്ക് ലഭിച്ചിരിക്കുന്ന ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെയും സമാധാനത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ഞാൻ നിനക്ക് പകർന്നു തന്നിരിക്കുന്നത്. അപ്പോൾ തിമോത്തിയോസിന് നല്ലൊരു വേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് വളരെ വ്യക്തമായിട്ടാണ് ആ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതൊക്കെയും എന്ത് ചെയ്യുന്നു? ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിന് മാത്രമേ ലോകത്തെ ജയിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് ജനിച്ച ജയമോ എന്താണ്? ജയമോ വിശ്വാസം തന്നെ. അപ്പോൾ വിശ്വസിച്ചാൽ മാത്രമേ എന്ത് ചെയ്യും? ആ ജയം കണ്ടെത്താൻ കഴിയത്തുള്ളൂ. വിശ്വാസമാണ് ഏറ്റവും നമുക്ക് മുന്നിൽ നാം കാണേണ്ടത്. വിശ്വാസത്തിൽ നടന്നില്ലെങ്കിൽ, വിശ്വാസത്തിൽ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? തോൽവികൾ വരുമ്പോൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ ഇന്ന് എന്നെ തോൽപ്പിച്ചുവെങ്കിൽ നാളെ ഞാൻ നിന്നെ തോൽപ്പിക്കും എന്നായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരു കാലമുണ്ട്. ഇന്നല്ല, ഇന്നേക്ക് 24 വർഷം മുമ്പ്, 24-25 വർഷം മുമ്പ് ഉള്ളൊരു സംഭവമാണ്. അന്ന് എനിക്ക് ചെറിയ ശമ്പളമാണ്. ഈ ചെറിയ ശമ്പളത്തിൽ ഞാൻ ജോലി ചെയ്യുമ്പോഴും എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ഈ ദേശത്ത് വണ്ടി ഓടിക്കണമെന്ന്. അങ്ങനെ ലൈസൻസിന് വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് അപ്പം കാറ്റഗറി നോക്കും. അതുപോലെ തന്നെ ഇന്നത്തെ പോലെ സ്കൂളുകളല്ല, അന്ന് ഗവൺമെന്റിൽ തന്നെ പോയിട്ട് നമ്മൾ ടെസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ടെസ്റ്റ് ഫെയിലായാൽ 35 ദിർഹംസ്, ഒരു ഡേറ്റ് എടുക്കുന്നതിന് 35 ദിർഹംസ്. എൻ്റെ ശമ്പളം 800 രൂപ. ഈ 800 രൂപ ശമ്പളത്തിനകത്ത് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ വീട്ടിലെ കാര്യങ്ങൾ അയച്ചു കൊടുക്കണം. അതുപോലെ എനിക്കിവിടെ ചെലവ് വേണം, എൻ്റെ ആഹാരം കഴിപ്പ് വേണം, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, ഇതിന് പഠിക്കാനായിട്ട് കാശും വേണം. ഇത്രയും പ്രയാസകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പം ആ സമയത്ത് ഞാൻ ഒരു ടെസ്റ്റിന് പോയിട്ട് വരുമ്പോൾ ഞാൻ തോറ്റുപോയാൽ ഞാൻ അവിടെ നിന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് നീ എന്നെ തോൽപ്പിച്ചുവെങ്കിൽ ഒരു ദിവസം ഞാൻ നിന്നെ ജയിക്കും. കാരണം നമ്മുടെ തോൽവി ഒരിക്കലും ആ തോറ്റിട്ട് നമ്മൾ നിൽക്കേണ്ടതല്ല, നമ്മൾ ജയിക്കുന്നവരായിട്ടാണ്. അത് ഇന്നില്ലെങ്കിൽ നാളെ. കാരണം അവർ തരാത്തത് അവരുടെ കുറ്റം കൊണ്ടല്ല, എൻ്റെ കുറ്റം കൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ നന്നായിട്ട് പഠിച്ച് വണ്ടി ഓടിക്കണം അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇല്ലെങ്കിൽ എന്തു പറ്റും? എൻ്റെ ജീവൻ മാത്രമല്ല, നാട്ടുകാരുടെ ജീവനും കൂടെ അപകടത്തിലാവും. ഇന്ന് പല വണ്ടി ഓടിക്കുമ്പോഴും പല വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒരല്പം അശ്രദ്ധയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? തൻ്റെ ജീവനും പോകുന്നു, തൻ്റെ വണ്ടിയിൽ ഇരിക്കുന്നവർക്ക് പോകുന്നു, അതുപോലെ തന്നെ റോഡിൽ പോകുന്ന വണ്ടികളിൽ ഇരിക്കുന്നവർക്ക് പോകുന്നു, നടന്നു പോകുന്നവർക്ക് പോകുന്നു. ഇത് നമ്മുടെ ഒരു അല്പം അശ്രദ്ധ കൊണ്ടാണ്. എന്നാൽ ദൈവം നമുക്കുണ്ടല്ലോ എല്ലാം അതായത് സമയങ്ങളിൽ എപ്പോഴാണ് നമുക്ക് ആവശ്യമോ ആ സമയത്ത് അത് ഉപകരിക്കാനായിട്ട് ദൈവം നൽകി തരിക തന്നെ ചെയ്യും. അത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവം ആരാന്നറിയോ? സമാധാനത്തിന്റെ ദൈവമാണ്. 1 യോഹന്നാൻ 4:4 വായിച്ചാട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവനെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. അപ്പോൾ ഇവിടെ പറയാണ് യോഹന്നാൻ അപ്പോസ്തലൻ, ഇവിടെ പറയാണ് കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ടാ പറയുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ളവരെ എന്ത് ചെയ്യുന്നു? അവരെ ജയിച്ചുമിരിക്കുന്നു. ജയിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ജയിക്കണം. അതുകൊണ്ട് വേറെ സ്ഥലത്ത് പറയുന്നത് എന്താണെന്നറിയോ? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ല. അതൊരു ജാതിയാണ്. ആ ജാതി നീങ്ങി പോകണമെന്നുണ്ടെങ്കിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരുന്നാൽ മാത്രമേ ആ പോരാടി ജയിക്കാൻ പറ്റുള്ളൂ. ഞാൻ പലരിടത്തും പലരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ വിഷയങ്ങളൊക്കെ നമ്മൾ ദൈവാത്മാവിൽ ദൈവം കാണിച്ചു തരുന്നത് അനുസരിച്ച് അവരോട് പറയും,
ഇങ്ങനെ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് അവരോട് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് പറയും, ഇങ്ങനെയാണ് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ വിഷയത്തിന് വേണ്ടി, ദൈവം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി. കാരണം എന്തറിയോ, തടസ്സങ്ങൾ വരാൻ എളുപ്പമാണ്. നമ്മുടെ നന്മകളെയും നമ്മുടെ അനുഗ്രഹങ്ങളെയും പിശാച് എന്ത് ചെയ്യും, എപ്പോഴും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ടെന്നാൽ അവൻ്റെ കാൽ കീഴിൽ നാം കിടക്കണം. നമ്മൾ ഒരിക്കലും ഉയരാനായിട്ട് നമ്മൾ പിശാച് എന്ത് ചെയ്യുന്നു, അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഉയർത്തുകയില്ല എന്ന് നമ്മളൊന്ന് പാടുകയുണ്ടായി. ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതി മുഴക്കിടുമ്പോൾ എന്ത് ചെയ്യുന്നു, പ്രവൃത്തിയിലാണ് വലിയവൻ. നമ്മുടെ കർത്താവ് ആരാണ്? പ്രവൃത്തിയിലാണ്. ദൈവത്തിന്റെ പ്രവൃത്തി അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പോരാടി തന്നെ ജയിക്കണം. അത് നമ്മൾ പോരാടിയില്ലെങ്കിൽ, നമുക്ക് പോരാട്ടമില്ലെങ്കിൽ എന്താണെന്നറിയോ, നമുക്ക് പോരാട്ടമില്ലെങ്കിൽ നമ്മളൊന്നുമില്ല, സീറോയാണ്. നമുക്ക് പോരാടി തന്നെയാണ് ദൈവത്തെ സേവിക്കേണ്ടത്. അതുകൊണ്ട് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടല്ല, അധികാരങ്ങളോടല്ല, ഈ ലോകത്തിന്റെ ദുഷ്ടാത്മസേനയുടെ അത്രയെന്ന്. അപ്പോൾ ഒരു ദുഷ്ടാത്മസേന, നമ്മൾ പലരും ഈ മനുഷ്യരെയാണ് കാണുന്നത് നമ്മുടെ ശത്രുക്കളാന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ശത്രുക്കൾ മനുഷ്യരൊന്നും അല്ല കേട്ടോ. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് എതിരായിട്ട് പിശാചുണ്ട്. അവനാണ് നമ്മളെ എന്ത് ചെയ്തത്, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ യാചനകളെയും ദൈവസേനയിലേക്ക് എത്തിക്കാതെ വണ്ണം തടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ, നമ്മൾ ദീർഘസമയം ഇരുന്ന് ദൈവത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് അതിലേക്കൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒന്ന് പത്രോസ് 5:9 ഒന്ന് വായിച്ചേട്ടെ. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പി. അപ്പോൾ ഇങ്ങനെ കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു കൂട്ടം വിശ്വാസികളുണ്ട്. അവർക്ക് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന അവിടെ, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തെ ആ വക കഷ്ടപ്പാടുകൾ തന്നെ അവർ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ എന്ത് ചെയ്യണം, സ്ഥിരതയുള്ളവരായി അവനോടുകൂടെ എതിർത്ത് നിൽപ്പേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഈ കഷ്ടതയിലൂടെ കടന്നുപോയ ദൈവത്തിന്റെ മക്കൾ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇന്ന് ജ്വലിച്ച് പ്രകാശിക്കുന്നവരായി നിൽക്കുന്നത് ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു വന്നിട്ടാണ് ദൈവം അവരെ ഉയർത്തി നിർത്തിയിരിക്കുന്ന. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളല്ല, അത് അനേക ദിവസങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി കൊടുത്തതാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി കൊടുത്ത് വിശ്വാസത്തിൽ അവരെ ഉറപ്പിച്ച് ഇന്നും അവരെന്ത് ചെയ്യുന്നു, ഉറപ്പും ധൈര്യമുള്ളവരായിട്ടാണ് നിർത്തിയിരിക്കുന്ന. പണ്ടുകാലത്ത് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്, ബന്ധക്കോസ് വിശ്വാസത്തിലേക്ക് ഇറങ്ങുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ പറയും, ഇവരുടെ കുടുംബം ഇതോടെ പോയി, ഇതോടെ കഴിഞ്ഞു, ഇവരുടെ മക്കളെ എങ്ങനെ കെട്ടിക്കും, അതിനുവേണ്ടിയുള്ള പണം എവിടെ. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലെ സംഭവങ്ങളാണ് കേട്ടോ. അപ്പം അവിടേക്ക് ഭയങ്കര പൈസ എന്നുള്ളത് വെറുതെ കിട്ടുന്ന ചിന്ത, ലക്ഷങ്ങളാ ഒരു കല്യാണമൊക്കെ വരുമ്പം പറയുന്നത്. എന്നാൽ ദൈവത്തിന് മക്കളെ പറയട്ടെ, ദൈവം അങ്ങനെ വിശ്വാസത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ ആരൊക്കെ നിന്നിട്ടുണ്ടോ അവർക്കൊക്കെയും അവരുടെ മക്കളൊക്കെ ഇന്നൊക്കെ നല്ല നിലയിൽ, നല്ല സ്ഥലത്ത്, നല്ല ഭദ്രമായിട്ടുള്ള ഓരോരുത്തരുടെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് അവരാരും ഇന്ന് ഭാരപ്പെട്ടിട്ട് പ്രയാസപ്പെട്ടിട്ടൊന്നും ഇന്ന് ആരും നിൽക്കുന്നൊന്നുമില്ല. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, കരുതുന്ന ദൈവമാണ്. അതിനുവേണ്ടി, കാരണം അവിടെ പണമല്ല വലുത്. അനേകർ ഇത് പണത്തിന് മുന്നേ പുറകെ നടക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടായിരിക്കും. എബ്രായർ 7:2 വായിച്ചേട്ടെ.
ഹീബ്രു 7:2. മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റു അനുഭവിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അപ്പൊ ഇവിടെ ഇത് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അബ്രഹാം സകലത്തിലും എന്ത് ചെയ്ത് ദശാംശം കൊടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ശാലേം രാജാവ് എന്ന് വെച്ചാൽ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള എന്നേക്കുമുള്ള പുരോഹിതനായിട്ട് വന്ന യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ സകലതും സമർപ്പിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് പലരും കൊടുക്കുവാനായിട്ട് അതിനൊക്കെയും മടിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ജീവിതത്തിലും പലതും തടസ്സമായിട്ട് തന്നെ ഇരിക്കുന്നു. റോമർ 5:1 വായിച്ചാട്ടെ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമാണ് നൽകി തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പലതിലും എന്തുകൊണ്ടാണ് നമുക്ക് നന്മകൾ ലഭിക്കാതെ പോകുന്ന? നമ്മൾ കഷ്ടം വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അതിലോട്ട് കഷ്ടം വരുമ്പോഴത്തേന് പേടിച്ചു ഓടുന്നത്? ദൈവത്തോട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഓടാതെ ഒരിടത്ത് നിൽക്കാൻ കഴിയത്തുള്ളൂ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. പൗലോസ് പറഞ്ഞ അതേ ഇത് തന്നെ, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ്. അവനാലല്ലോ എനിക്ക് ഞാൻ ലോകത്തിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നെന്ന്. നമ്മൾ വായിച്ചത് ഗലാത്യർ 6:14. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലോട്ടൊന്ന് എടുത്തു നോക്കണം. നമുക്ക് പ്രശംസിപ്പാനായിട്ട് ക്രൂശിനെ അല്ലാതെ നമുക്ക് മറ്റൊന്നുമില്ല. കാരണം ആ ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ നിൽക്കുന്നത്, ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആരായി മാറിയേനെ? ലോകത്തിന്റെ മക്കളായി മാറിയേനെ. ലോകത്തിന്റെ വലിയ പ്രഭുക്കന്മാരെ പോലെ നമ്മളും ആയി മാറിയേനെ. നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കാതെ നമ്മൾ എന്നേക്കും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട സമയം പോലും കഴിഞ്ഞു പോയേനായിരുന്നു. എന്നാൽ വിശ്വാസത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇന്നും നമ്മെ ദൈവം നിലനിർത്തി നമ്മെ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മോട് പൽക്കാലവും നമ്മോട് സംസാരിച്ചു. ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഇരുന്ന് നല്ല സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പൽക്കാലം ലോകത്തിൽ നമുക്ക് കർത്താവ് നൽകി തന്ന ജയത്തെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്ന് നമുക്ക് ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്ന് കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.